അസ്സലാമു അലൈക്കും. ഞാൻ അക്ബർ മാണൂര്. ഞാൻ ഇങ്ങനെ ഒരു ഓൺ വോയിസ് ഇടാൻ കാരണം, നാട്ടിലെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ, ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു പേടി മനസ്സിൽ. നാട് എന്താകും, എങ്ങനെയാണ് നമ്മളെ നാട്ടിൽ ജനങ്ങൾ ജീവിക്കുക, സ്വന്തം വാപ്പാക്കോ ഉമ്മാക്കോ സ്വന്തം പെങ്ങന്മാർക്കോ ഒന്നും സ്വന്തം വീട്ടിൽ പോലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. മക്കളെ ഏത് സമയത്തും ഏത് രീതിയിലാണ് മക്കൾ വരുന്നതെന്ന് പോലും അറിയാത്ത സമയം. അത്രത്തോളം മക്കൾ കൈവിട്ടു പോയൊരവസ്ഥ. കാരണം ഇതിനൊക്കെ കാരണം ഒന്നാമത്തേത് നമ്മളെ ഭരണകൂടമാണ്. ഏത് ഭരണകൂടം ആയിക്കോട്ടെ, ഞാൻ പറയുന്നു ഒന്നാമത്തെ നമ്മളെ ഭരണകൂടമാണ്. ശരിക്ക് നമ്മള് ഈ ഭരണകൂടത്തെയാണ് ശരിക്കും കുറ്റം പറയാൻ പറ്റുള്ളൂ. കാരണം ഇവരാണ് ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഏതൊരു തമ്മാടിത്തം ചെയ്തവനും, ഏത് കൊലപാതകം ചെയ്തവനും, ഏത് കള്ളത്തരം ചെയ്തവനും കൊണ്ട് പോലീസ് നല്ല പോലീസുകളിൽ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നോക്കുമ്പോൾ അവിടെ ഗവൺമെന്റിലെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപെട്ടിട്ട് അവനെ ഊരിക്കൊണ്ടുപോകുന്നു. ഒരു വ്യക്തിനെ കൊന്നാൽ പോലും ഒരു വിഷയമില്ലാത്ത അവസ്ഥ. ഒരു വലിയ കൊലപാതകം ചെയ്താലോ അല്ലെങ്കിൽ വലിയ കള്ളത്തരം ചെയ്താലോ വലിയ രീതിയിൽ എന്ത് തമ്മാടിത്തം ചെയ്താലും, പെൺകുട്ടികളെ മോശം ചെയ്താലോ ബലാത്സംഗം ചെയ്താലോ എന്ത് ചെയ്താലും അവരെ രക്ഷിക്കാനായിട്ട് ഇവിടെ രാഷ്ട്രീയക്കാരുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഇപ്പം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയം എന്താ പറയുക, നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന വ്യക്തികളെ കൊണ്ട് നമ്മളെ നാടിന് സമാധാനം ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ അവരോട് പറയണം. നമ്മൾ ഏത് രാഷ്ട്രീയക്കാരെ കൊണ്ടാണ് നമ്മുടെ നാടിന് ദോഷം വരുന്നത്, ഏത് സംഘടന, ഏത് പാർട്ടി ആയിക്കോട്ടെ, നമ്മുടെ നാടിന് ഏത് പാർട്ടിയിലെ വ്യക്തിനെ കൊണ്ടാണോ നമ്മുടെ നാട്ടിൽ ദോഷം വരുന്നത് ഓരോരുത്തർ നമ്മൾ ബുദ്ധിയുള്ളവരാണ്. നമുക്ക് മനസ്സിലാക്കാം. അവനെ ഒരു കാരണവശാലും പിന്നെ ഏത് രാഷ്ട്രീയ വമ്പം പറഞ്ഞാലും അവനെ പിന്തുണക്കാൻ പാടില്ല. അവനെ എങ്ങനെ പരാജയപ്പെടുത്താൻ പറ്റുമോ അത് ശ്രമിക്കുക. പിന്നെ ഇവിടുത്തെ നിയമപാലകർക്ക് പരിമിതി ഉണ്ട്. അതൊക്കെ രാഷ്ട്രീയക്കാർ പറഞ്ഞതിന്റെ അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ മുന്നിട്ടിറങ്ങല്ലാതെ ഈ മയക്കുമരുന്നിനെതിരെയും ഇങ്ങനെയുള്ള തെമ്മാടത്തിനെതിരെ ജനങ്ങളായി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ തയ്യാറാവല്ലാതെ ഒരു വഴി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പോലീസിനെ കൊണ്ട് അവർ നല്ല പോലീസുകാരുണ്ട്, പക്ഷെ അവർക്ക് പോലും കൈകെട്ടി നിൽക്കേണ്ട, കണ്ടു നിൽക്കല്ലാതെ വേറൊരു അവസ്ഥയെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ. അതുകൊണ്ട് നമ്മളെ നാട്, നമ്മളെ കേരളം, അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനും എല്ലാവരും ആ സ്നേഹത്തോടെ മുന്നോട്ട് പോയിരുന്ന നാട്, അത് നിലനിൽക്കണം. അത് നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്ന ഓരോ പങ്കുകൾ നമ്മൾ വഹിക്കണം. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വോയിസുകൾ ഇട്ടിട്ടെങ്കിലും, അതല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജനങ്ങളോട് സപ്പോർട്ട് ചെയ്തിട്ടും എങ്ങനെയൊക്കെ നമ്മളെ നാടിനെ രക്ഷിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ തയ്യാറായേ പറ്റൂ. അതല്ല ഞാൻ അക്ബറിന്റെ വഴിയും എന്റെ കുടുംബം ഞാനും മാത്രം എന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയത്. കാരണം നമ്മളെ ഒരുപാട് പേർക്ക്, ഒരുപക്ഷെ എനിക്ക് സുഖമായിരിക്കും, എന്റെ വീട്ടുകാർക്ക് സുഖമായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് കുടുംബക്കാരും ബന്ധുക്കാരോ എല്ലാവരും നാട് ജീവിക്കുന്ന നാടാണ്. ആ നാട്ടിൽ എല്ലാവർക്കും സമാധാനവും, കുടുംബത്തിൽ സമാധാനമാണ്, നാട്ടിൽ സമാധാനമാണ്, എല്ലാവരും സമാധാനമാണ്. നമ്മൾ നല്ല ശ്രദ്ധിച്ച് മുന്നോട്ട് പോവല്ലാതെ വേറെ ഒരു വഴി ഇതിനില്ല. അതുകൊണ്ട് നമ്മൾ ഗവൺമെന്റിനെ അല്ലെങ്കിൽ മറ്റുള്ളവർ മാത്രം നോക്കിക്കാതെ തെറ്റ് കണ്ടാൽ അവിടെ ഗവൺമെന്റ് എന്ത് തീരുമാനമെടുത്തോട്ടെ നമ്മൾ അതിന് പ്രതികരിക്കല്ലാതെ വേറെ വഴിയില്ല. തെറ്റ് മൂടി വെക്കാതെ പരസ്യമാക്കിയിട്ട് അത് പറയാനുള്ള തന്റെ നമ്മൾ കാണിക്കണം. അതിന് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. എങ്കിലേ നമ്മൾ നാട് നന്നാവൂ. എന്റെ ഒരു വിഷമം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും.